1986 ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ശ്രീ PM ആന്റണി ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന പേരിൽ ഒരു നാടകം രംഗത്തിറക്കുകയുണ്ടായി. ക്രൈസ്തവ വിശ്വാസത്തെ പാടെ മോശമായി ചിത്രീകരിക്കുന്ന ഈ നാടകത്തിനെതിരെ ക്രൈസ്തവ സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് അതിശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ അന്നത്തെ കരുണാകരൻ ഗവൺമെന്റ് ആ നാടകത്തെ നിരോധിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ മുതലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ചില സംഘടനകൾ, പ്രത്യേകിച്ച് ചില ഇടതുപക്ഷ സംഘടനകൾ, അവര് ഇത്തരം വിശ്വാസ സത്യങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകളും നാടകങ്ങളും മറ്റ് കലാശില്പങ്ങളും ഒക്കെ ഇടതടവില്ലാതെ അവര് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ രസകരമായ ഒരു കാര്യം, ക്രൈസ്തവ വിശ്വാസങ്ങളെ, ക്രൈസ്തവ ബിംബങ്ങളെ, ക്രൈസ്തവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെയാണ് അവർ ഈ വിധത്തിൽ വളരെ വികലമായി ചിത്രീകരിച്ച് കണ്ടുവരുന്നത്. മറ്റേതെങ്കിലും ഒരു മതവിശ്വാസത്തിലുള്ളവരെ ഇവരൊരിക്കലും ഈ രീതിയിൽ മോശമായി ചിത്രീകരിച്ച് കാണുന്നുമില്ല. ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ, ഏതാനും ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ്, കക്കുകളി എന്ന പേരിൽ ഒരു നാടകം ഗുരുവായൂരിൽ അരങ്ങേറിയത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. CPM-ന്റെ ഉന്നത നേതാക്കന്മാരായ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും മന്ത്രി VN വാസവനുമൊക്കെ ആ നാടകം നേരിൽ കാണുകയും അവർ വളരെ സന്തോഷത്തോടെ കൈയടിച്ച് അഭിനന്ദിച്ച് അതിലെ താരങ്ങൾക്കുമൊക്കെ അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ സമയത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഈ നാടകത്തിനെതിരെ ഉണ്ടായി. കാരണം അതിലും അതിൻ്റെ പ്രമേയവും അങ്ങനെ തന്നെ ക്രൈസ്തവ സന്യാസിനികളെ, അവരുടെ ജീവിതത്തെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഈ നാടകത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിലെ പ്രമുഖ ഘടകകക്ഷിയായ CPI-യുടെ അവരുടെ യുവജന സംഘടന തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഒരു ബിനോയ് ഷമീർ ഈ നാടകം തൃശൂരിൽ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ പ്രതിഷേധത്തിന് യാതൊരു വിലയുമില്ലെന്നും ഞങ്ങൾ ഇനിയും ഇത്തരം പരിപാടികൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ എല്ലാം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയത്ത് തന്നെ ഇത്തരം നീക്കങ്ങളും ആവർത്തിക്കുമ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തെ, ക്രൈസ്തവ സമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു ഏർപ്പാടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് വീണ്ടും ചർച്ചയ്ക്കെടുക്കുമ്പോൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ശ്രീ KS മാത്യു, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, സോഷ്യൽ വർക്ക് കോർഡിനേറ്റർ സിസ്റ്റർ തെരേസ് മാർട്ടിൻ SD, 3 പേരെയും ഈ ചർച്ചയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യം ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കലിലേക്കാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ ഈ വിഷയം മുൻപ് തന്നെ പല പ്രാവശ്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്രൈസ്തവ സഭകൾക്ക് നേരെയാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിലാണ് ഇവര് ഇത്തരം പേക്കൂത്തുകളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള ക്രൈസ്തവർക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമായിട്ട് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? ബിനോയ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ കാലഘട്ടത്തിൽ 2 ദിവസം നേരത്തെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, കലകളിലൂടെ പല രീതിയിൽ നമുക്ക് ഒരു വിഷയം ജനത്തിന് മുമ്പിലേക്ക് ആവിഷ്കരിച്ചെത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഈവൻ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ പോലും ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കളുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ നിലപാടുകൾക്കെതിരെ. അങ്ങനെ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനെയാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സമൂഹത്തിനെതിരെ മാത്രമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വിഭാഗത്തെയും കടന്നാക്രമിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, കോവിഡിന്റെ ഫസ്റ്റ് ഫേസ് കാലഘട്ടത്തിൽ SFI-ക്കാര് തന്നെ, ഇതേ SFI-ക്കാര്
പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പിയാത്ത ഭയങ്കര വികലമായി ചിത്രീകരിക്കുകയും വളരെ വിവാദമായതാണ്. വീണ്ടും ഭരണം കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യങ്ങളെ, അവരുടെ ശ്രേഷ്ഠമായ ആരാധനാ രീതികളെ കൊണ്ട് മാത്രം വിശ്വാസത്തെ ഇല്ലാതാക്കാം, യുവജനങ്ങളെ അതിൽ നിന്ന്, ആ വിശ്വാസ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരക്കാര് ഈ കഴിഞ്ഞ നാളുകളിലും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സന്യാസ സമൂഹത്തില് സന്യാസത്തിന്റെ ശ്രേഷ്ഠത, സന്യാസത്തിന്റെ മഹനീയത, സന്യാസത്തിന്റെ ഹരം, അതിന്റെ ആത്മീയ ലഹരി, അതിന്റെ ഒരു അംശം പോലും മനസ്സിലാക്കാത്ത ഈ സമൂഹത്തിലെ കഥാകാരന്മാരെന്ന് അവകാശപ്പെടുന്നവരും സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവരുമായ ആളുകള് ഈ സന്യാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ക്രൈസ്തവ സന്യാസ ജീവിതത്തിന്റെ ആ മഹനീയതയും അതിലൂടെ സാമാന്യ ജനത്തിന് ലഭിക്കുന്ന നന്മയെയും നശിപ്പിക്കാൻ, അങ്ങനെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ക്രൈസ്തവ സന്യാസിനിമാര് നൽകിയിരിക്കുന്ന സംഭാവനകളെയൊക്കെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢലക്ഷ്യത്തോടെ മാത്രമാണ് ഈ ഒരു കക്കുകളിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് എല്ലാ രീതിയിലും, വിദ്യാഭ്യാസപരമായിട്ടായിക്കോട്ടെ, ആതുര സേവനപരമായിക്കോട്ടെ, മറ്റെല്ലാ മേഖലകളും ചിന്തിച്ചു എവിടെയൊക്കെ കേരള സമൂഹം ഇന്ന് ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ടോ അവിടെ ഈ ക്രൈസ്തവ സന്യാസിനിമാരുടെ ശ്രേഷ്ഠമായ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകത്തില്ല, അവരുടെ അല്ലെങ്കിൽ അവരുടെ സംഭാവന ലഭിക്കാത്തവരുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഈ മൂല്യങ്ങളെ മുഴുവൻ അടിച്ചു കളഞ്ഞുകൊണ്ട് ഈ ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളെ സമൂഹത്തിന് മുമ്പിൽ ഇല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞ് കേരളത്തിന്റെ വളർച്ചയെ, ഭാരതത്തിന്റെ വളർച്ചയെ, ഇവിടുത്തെ ഒരു നവോത്ഥാനത്തെ തിരിച്ചു പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇവിടെ പഴയ ജാതീയതയും വർഗീയതയും വിഭാഗീയതയും എല്ലാം കൊണ്ടുവന്ന് ഈ ജനത്തെ വീണ്ടും കാടത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഇതിന് പുറകിലുള്ളത്. അതിന് ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ, പ്രത്യേകിച്ചും CPI പോലുള്ള പ്രസ്ഥാനങ്ങൾ നേരിട്ട് പിൻബലം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വേദനയോടെ മാത്രമേ നോക്കി കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പുരോഗമനവാദികളെന്നാണ് അറിയപ്പെടുന്നത്. വളരെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നൊക്കെയാണ് ഇടതുപക്ഷക്കാരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അവർ തന്നെ ഇത്തരം പ്രവണതകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. അതിന്റെ കാരണം ബിനോയ്, നമുക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം അവരുടെ യുവജന പ്രസ്ഥാനങ്ങളും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ കേരളത്തിലെ ഒരു 60-70 വർഷം പിന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീ സമത്വത്തെ ഇല്ലാതാക്കണം, സ്ത്രീകളെ പുറകോട്ട് കൊണ്ടുപോകുക, സ്ത്രീത്വത്തിന്റെ വിലയില്ലാതാക്കുക, അങ്ങനെ സ്ത്രീ സമൂഹം പഴയ പോലെ തന്നെ വീടുകളിൽ അടച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തവരായിട്ട് ഇരുത്തുക. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സമൂഹത്തിന്റെ ഒരു രീതിയിൽ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒക്കെ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന പുരോഗമനവാദികളായ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇപ്പോൾ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ മുമ്പിൽ ധാരാളം അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളുണ്ട്. പല മൂവ്മെന്റുകൾ നടത്തുന്നുണ്ട് അവര്. അതെല്ലാം കേരളത്തെയും ഭാരതത്തെയും വീണ്ടും പുറകോട്ട് കൊണ്ടുപോകണം. ഇവിടെ വിദ്യാഭ്യാസമുള്ള ജനം ഉള്ളത് കൊണ്ടല്ലേ ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് ചോദ്യം ചെയ്യുന്നത്. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പോലും ഇതിനെ ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. ആ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യത്തില്ലോ. അവര് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു അടിമകളായിട്ട് ഈ അടിമത്തത്തിലേക്ക് കേരളത്തിന്റെ ജനതയെ, കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തെ, കേരളത്തിന്റെ വിദ്യാഭ്യാസമുള്ള അക്ഷരാഭ്യാസമുള്ള ലോകത്തിന്റെ അഭിമാനമായ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനത്തെ കൊണ്ടുപോയി ഇട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ കിടവരുത്തുന്ന, സമൂഹത്തിൽ വിഭാഗീയതയിലേക്ക് നയിക്കുന്ന, സമൂഹത്തിൽ ഛിന്നഭിന്നമാക്കാൻ, ഇവിടുത്തെ സന്തോഷത്തെയും സമാധാനത്തെയും കളയാൻ വേണ്ടി ഒക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന എന്ത് പുരോഗമനവാദിയാണേലും, എത്ര വലിയ സാംസ്കാരിക നായകന്മാരാണേലും ഇതിനെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ചില മതസംഘടനകൾ അങ്ങ് ആരോപിച്ചതുപോലെ 10, 60, 100 വർഷങ്ങൾക്ക് പിന്നിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ ചില മതസംഘടനകളുടെ പേരിലൊക്കെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ AIYF പോലെയുള്ള
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് എന്താണെന്നാണ് ഇവിടുത്തെ പൊതുജനത്തിന് മനസ്സിലാകാത്തത്. അവര് പറയുന്നിടത്ത് നിൽക്കണമെങ്കിൽ ജനത്തിന് വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല. അവര് പറയുന്നിടത്ത് നിൽക്കണമെങ്കിൽ ജനത്തിന് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവരുടെ അടിമകളായിട്ട് നിൽക്കണമെങ്കിൽ അവരുടെ കീഴിൽ അവരെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ ജനത്തെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ പിന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇന്ന് വരെ ഈ പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് പങ്കാണ് ഉണ്ടായിട്ടുള്ളത്? പേരടിച്ചു മാറ്റുന്നല്ലാതെ പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ മറ്റ് മേഖലകളുള്ളവരല്ലേ. ക്രൈസ്തവ മിഷണറിമാരിലൂടെ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ സംഭാവനകളുടെ 100-1 ഈ പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ ഭാരതത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സംഭാവന ചെയ്തിട്ടില്ലല്ലോ. അവരതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് ജനത്തെ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. കാരണം അവരാണ് ഭരിക്കുന്നത്. സാംസ്കാരിക നയന്മാരല്ലല്ലോ ഭരിക്കുന്നത്. ഭരണകർത്താക്കൾക്ക് ഭരണം നിലനിർത്തണമെങ്കിൽ അവരുടെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരുപറ്റ സമൂഹം നിഷ്ക്രിയരായ, ഒന്നിനും കൊള്ളാത്തവരായ, ഒന്നിനും പ്രതികരിക്കാത്തവരായ ഒരു സമൂഹം ഇവിടെ രൂപപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ ഈ സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളും എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ. സിസ്റ്റർ തെരേസ് മാർട്ടിൻ, ക്രൈസ്തവ സന്യാസിനികളുടെ ലക്ഷ്യം എന്താണ്? ഈ പലരും ആരോപിക്കുന്നത് പോലെ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലരും ആക്ഷേപിക്കുന്നത് പോലെ, അടിച്ചമർത്തപ്പെട്ട തേങ്ങലുകളുടെ ഒരു ബഹിർസ്ഫുരണമാണോ അത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചില പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രേമബന്ധങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ, അങ്ങനെയുള്ള പെൺകുട്ടികളാണ് മഠത്തിൽ കന്യാസ്ത്രീകളായി ചേരാൻ വന്ന് പിന്നെ ശിഷ്ടകാലം മുഴുവൻ ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സകല കാര്യം എല്ലാം ഇതിൽ ഹോമിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങൾ കുത്തി നിറച്ചാണ് ഇതുപോലെ കക്കുകളി പോലെയുള്ള നാടകങ്ങളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ക്രൈസ്തവ സന്യാസിനികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിത ദർശനത്തെക്കുറിച്ച് സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ സന്യാസം അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൈസ്തവ സന്യാസം ഈ ലോകത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നില് ക്രൈസ്തവ സന്യാസത്തിന്റെ ഒരു വലിയ ഒരു ബലമുണ്ട്. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ സന്യാസം എന്ന് പറയുന്നത് അടിമത്തമാണെന്ന്. പക്ഷെ ഞാനൊരു സന്യാസിയാണ്. 14 വർഷമായി ഞാൻ ഈ സന്യാസ ജീവിതം ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഇതൊരിക്കലും ഒരു അടിച്ചമർത്തപ്പെട്ട ജീവിതമല്ല. ഞങ്ങളുടെ സ്വപ്നങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒന്നും ആരും അടിച്ചമർത്തിയിട്ടുമില്ല. കാരണം ഇത്രമാത്രം ഒരു നന്മ സമൂഹത്തിന് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചമർത്തിയാൽ അത് നടക്കില്ലല്ലോ. ഒരിക്കലും അത് സാധിക്കില്ല. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരും അതിര് വെച്ചിട്ടുമില്ല. എപ്പോഴും ഞങ്ങൾ അടിമകളാണ്. അത് ക്രിസ്തുവിന്റെ അടിമകളാണ്. അങ്ങനെ വേണേൽ നമുക്ക് പറയാം. ക്രിസ്തുവിന്റെ അടിമ. കാരണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിലൊരു നന്മയുടെ തിരിവട്ടമാകുക എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, ഒരു വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ ആ വിളക്ക് എരിയുന്നുണ്ടല്ലേ? ആ വിളക്ക് എരിഞ്ഞാണ് അതിന് ചുറ്റും പ്രകാശം പരത്താനായിട്ട്, പ്രകാശം നൽകാനായിട്ട് അതിന് സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം എരിയുന്നുണ്ട്, അത് എരിഞ്ഞു തീരുന്നുണ്ട്. പക്ഷെ ആ എരിഞ്ഞു തീരലില് ഒരു പ്രകാശം ഈ ഒരു സമൂഹത്തിന് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വപ്നം, ഈശോയാണ് ഞങ്ങൾ അനുഗമിക്കുന്നത്. ഈശോ ഈ ലോകത്ത് ജീവിച്ചപ്പോ, ഈശോ 3 വർഷക്കാലമാണ് അവൻ പരസ്യ ജീവിതം ജീവിച്ചത്. ഈശോ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനാണ് ഞങ്ങളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈശോ ഓരോ നിമിഷവും ജീവിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ മനുഷ്യന്റെയും വേദനകൾ ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു ഈശോ ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ സന്യാസിയും തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ വേദനകൾ ദൂരീകരിക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളില് വലിയ വലിയ സ്വപ്നങ്ങൾ, ലോകത്തെ പടുത്തുയർത്തുക എന്നുള്ള സ്വപ്നങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ പടിയാണ് എൻ്റെ കൂടെ ആയിരിക്കുന്ന, എൻ്റെ ചുറ്റുപാടുമുള്ള
എൻ്റെ സഹോദരങ്ങളുടെ വേദനകൾ ഞാൻ ദൂരീകരിക്കുക എന്നുള്ളത്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ല ഒരിക്കലും. കാരണം ഞങ്ങളുടെ ശുശ്രൂഷകൾക്കെല്ലാം ഞങ്ങൾ ഒരു പരിധിയും വെച്ചിട്ടില്ല. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യൻ എന്ന ഒരു 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 സങ്കല്പം മാത്രമുള്ളൂ. മനുഷ്യന് നന്മ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഏറ്റവും അടുത്തുള്ള സഹോദരൻ, അവന്റെ വേദനകളാണ് എന്റെയും വേദനകൾ, എന്റെ ഉയർച്ചയാണ് എന്റെയും ഉയർച്ച. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്. എന്റെയും കൂടെ ഉണ്ട്. ഞാനിപ്പോ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ചിൽഡ്രൻസ് ഹോമിലാണ്. അപ്പം അവിടെ ആയിരിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയുമ്പോൾ സനാഥരായിരുന്നിട്ടും അനാഥരാക്കപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ അവരുടെ ജീവിതങ്ങൾക്ക് തിരിവട്ടം പകരുക, അതാണ് ഇപ്പൊ എന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. എന്റെ വ്യക്തിപരമായ അനുഭവം പറയുമ്പം എന്റെ സ്വപ്നം അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാം. ഇങ്ങനെയാണ് ഓരോ സന്യാസിനിയോടും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഇതാണ് അവരുടെ സ്വപ്നങ്ങൾ. അതായത് തന്റെ കൂടെ ആയിരിക്കുന്ന, തന്റെ ചുറ്റുപാടുമായിരിക്കുന്ന മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം കാണുക. ക്രിസ്തുവും ചെയ്തത് അതാണ്. എല്ലാവരും നമുക്കെന്താ, എല്ലാ മനുഷ്യരും, ഈ ലോകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും സന്തോഷിക്കണം. അപ്പം അതിന് തടസ്സമായി അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് എന്റെയും കൂടെ പ്രശ്നമാണ്. അതാണ്. അല്ലാതെ നമുക്കൊരിക്കലും അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് എന്തുകൊണ്ട് ഈ സമൂഹം എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്രമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു സമർപ്പിത ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ഒരു സമർപ്പിതരെ അടുത്ത് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതൊരു വ്യക്തിക്കും അവന്റെ അല്ലെങ്കിൽ അവളുടെ ഹൃദയഭാരം ഒരു സമർപ്പിതയുടെ മുന്നിൽ തുറന്നു വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലാവരിടത്തും നടക്കണമെന്നില്ല. അപ്പൊ അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു കൂച്ചുവിലങ്ങോ ആരും ഇട്ടിട്ടില്ല. ഞാൻ വളരെ ത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ ഓരോ സന്യാസിയും വളരെ ആഗ്രഹത്തോടെ വളരെ ത്യാഗം ചെയ്ത് വില കൊടുത്ത് വീണ്ടെടുത്തതാണ് ഈ ഒരു സന്യാസ വസ്ത്രം. അത് ചുമ്മാ ആരെങ്കിലും ചുമ്മാ ആഗ്രഹിച്ചാൽ കിട്ടുന്നതല്ല. അതിന് നീണ്ട നാളത്തെ കാത്തിരിപ്പിന്റെ, പ്രാർത്ഥനയുടെ, ത്യാഗത്തിന്റെ ഒരു വിലയുണ്ട്. അത് അഭിനയിക്കലല്ല. അപ്പൊ ആ ഒരു എന്താ പറയാ, ഈ ഒരു ത്യാഗത്തിന്റെ വസ്ത്രം അത് ഞങ്ങൾ നേടിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ. കഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞാല് പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തും. കാരണം ഇത് ദൈവം പ്രത്യേകമായി വിളിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന, അല്ലാതെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും അടിച്ചമർത്തപ്പെട്ട തേങ്ങലുകളാണ് സന്യാസ ഭവനത്തിന്റെ ഉള്ളിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്തുകൊണ്ട് സമൂഹം അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ സന്യാസ ഭവനത്തിലേക്കും കടന്നു വന്നാൽ അത് നമുക്ക് സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ ആതുരാലയത്തിലും കടന്നു വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും സമൂഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ഈ സന്യാസികൾ ചെയ്യുന്ന സേവനം എന്താണെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നും, ഇത്രമാത്രം സന്തോഷത്തോടും സംതൃപ്തിയോടും സമാധാനത്തോടും കൂടെ ജീവിക്കുന്ന വേറൊരു സ്ത്രീ സമൂഹം ഇല്ല എന്നും ഈ സമൂഹത്തിന് വ്യക്തമായി അറിയാം. പക്ഷെ അതിനൊരു മറയിട്ടുകൊണ്ട് അങ്ങനെയല്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു നിഗൂഢ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷം, അല്ലെങ്കിൽ വേറെ ഏതൊരു സമൂഹത്തിൽ, ഏതൊരു മതവിഭാഗത്തിൽ, അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയ സംഘടനകളിൽ പോലും ഇത്രമാത്രം ഒരു എന്താ പറയാ, ഇത്രയും ഒരു നന്മ സമൂഹത്തിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം എന്താണുള്ളത്, എവിടെയാണുള്ളത്? അത് അത്രമാത്രം സന്യാസികള് ഈ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നുണ്ട്. വേറെ ഒരു സ്ത്രീ സമൂഹവും ഇല്ല ഇത്രമാത്രം ചെയ്യുന്നത്. അപ്പൊ എന്നിട്ടും ഈ സന്യാസികള് അടിച്ചമർത്തപ്പെട്ടവരാണ്, അടിമത്തം അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും കലകളിൽ കൂടെയും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ അങ്ങനെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നാണോ തീർച്ചയായും സിസ്റ്റർ പറഞ്ഞു വരുന്നത്? തീർച്ചയായും നിഗൂഢ ലക്ഷ്യത്തോടെയാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന നമ്മൾ പറയാം, അരിയാഹാരം കഴിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ സന്യാസികൾ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ, അതെ, നന്മകൾ. തീർച്ചയായും ഞാനും തന്നെ അത് കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണ്, അല്ലെങ്കിൽ ഈശോയുടെ ഒരു സ്നേഹം. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഏറ്റവും എളിയ ഒരു സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആരുടെ അംഗീകാരം കിട്ടാനോ കയ്യടി കിട്ടാനോ ഒന്നുമല്ല, മറിച്ച് ഞാൻ എന്റെ കൂടെ വസിക്കുന്ന സഹോദരനില് അവനിൽ ഈശോ വസിക്കുന്നുണ്ട്. ആ ഈശോയ്ക്കാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന ബോധ്യമാണ് ഇത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം നമ്മളെ അവഹേളിക്കുമ്പോഴും സമൂഹത്തിന് മുമ്പിൽ ഞങ്ങളെ എത്രമാത്രം ആക്ഷേപിക്കുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും നമുക്ക് എന്താ പറയാ ഊർജം കൂടുതൽ കിട്ടുവാണ്. കാരണം ഈശോയെ പ്രസംഗിക്കാനും ഈശോയ്ക്ക് വേണ്ടി പീഡകൾ എടുക്കാനും ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനും ഒക്കെ ഇവര് നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ അതുകൊണ്ട് അവരോട് നന്ദിയുണ്ട്. കാരണം ഈ ഈശോയെ പ്രതി നമുക്കൊരു വേദന ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കെതിരെ തരംതാണ ഫലിതങ്ങൾ വരുന്നുണ്ട്, തരംതാണ നോട്ടങ്ങൾ വരുന്നുണ്ട്, പല കമന്റ്സും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു തരി പോലും പുറകോട്ട് പോകണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഈശോയുടെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും തരുന്ന അംഗീകാരമോ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമോ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല. ഈശോ എന്താ നിശ്ചയമായിട്ടും ആരൊക്കെ എതിർത്താലും ആരൊക്കെ അവഹേളിച്ചാലും ഈ അവഹേളിച്ചാൽ ശുശ്രൂഷ തുടരുക തന്നെ ചെയ്യുമെന്നാണ് സിസ്റ്റർ വളരെ ഉറപ്പോടെ ആത്മാർത്ഥതയോടെ പറയുന്നത്. ശ്രീ കെ എസ് മാത്യു, ഇവിടെ ഇടതുപക്ഷം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി BJP ഭരിക്കുന്നിടത്തായാലും എവിടെയായാലും ക്രിസ്ത്യാനിക്ക് കടക്കപ്പുറതയില്ല. അതെന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ഇവരുടെ എല്ലാം ഒരു പൊതുശത്രുവായിട്ട് മാറുന്നതിന്റെ കാരണം എന്താ? ക്രിസ്തുവിനെ ലോകത്തെ അറിയിച്ചാൽ അത് സകല ജനത്തിനും വലിയ സന്തോഷം ഉണ്ടാകുന്ന സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത അറിയിക്കുവാൻ വേണ്ടി മാത്രം യേശു ക്രിസ്തു വിളിച്ചു കൂട്ടിയ ജനവിഭാഗമാണ്, കൂട്ടായ്മയാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. അതൊരു മതമല്ല, അത് സംഘടനയുമല്ല, അതൊരു മാർഗമാണ്. ഈ മാർഗം ഏത് ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗമാണ്. ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ അതങ്ങ് മാറ്റിവെച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ഒരു കാലത്ത് അന്ധകാരത്തിൽ കഴിഞ്ഞ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുത്ത വലിയ മഹനീയമായ ശുശ്രൂഷയായിരുന്നു. രോഗികളെ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിച്ച വലിയ ശുശ്രൂഷയായിരുന്നു. ആർക്കും വേണ്ടാത്ത അനാഥരെ സംരക്ഷിക്കുന്ന വലിയ ശുശ്രൂഷയാണ്. മഹനീയമായ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതെല്ലാം പരിമിതികൾക്ക് വിധേയമാണ്. കാരണം ഇത് സകല ജനത്തിലേക്കും എത്തുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഔദ്യോഗികമായ ഉന്നത സ്ഥാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മുടെ അനാഥാലയം കൊണ്ട് വല്ല ഗുണമുണ്ടോ? അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ആശുപത്രി കൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടോ? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ വിദ്യാലയം കൊണ്ട് ഗുണമുണ്ടോ? ഒന്നുമില്ല. അപ്പം എന്താണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു ആ മനുഷ്യന്റെ കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. എന്തുകൊണ്ടോ, കഴിഞ്ഞ ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 നൂറ്റാണ്ടിലധികമായിട്ട് നമ്മൾ ഈ ക്രിസ്തുവിനെ കൊടുക്കുക, സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മനുഷ്യന് ഭൗതികമായ നന്മ ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. പക്ഷേ എപ്പോൾ ഈ ആക്രമണങ്ങൾ വരുമ്പോൾ, ഈ ആക്രമണം വരുന്നത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ക്രിസ്തു നമ്മളോട് പറയാണ്, മക്കളെ ഇത് പോരാ, ഞാൻ നിങ്ങളെ വിളിച്ച ഇതിനൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ചെയ്യാനുണ്ട്. എന്നെ ലോകത്തെ അറിയിക്കുവാണ് നിങ്ങളുടെ ദൗത്യം. അത് നിങ്ങൾ കൃത്യമായി ചെയ്യുക. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ആക്രമണം ഉണ്ടാവും. അല്ല, ക്രൈസ്തവ സഭകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും ഒക്കെ ആരംഭിച്ചത് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുത്ത് ഉത്തമരായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ. അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണല്ലോ കത്തോലിക്ക സഭ
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ബിനോയ്, അത് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. ബിനോയ് ഉപയോഗിച്ച ആ വാക്കിൽ തന്നെ ഉണ്ട് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ചാർത്തെന്ന് പറയും നമ്മുടെ വീടിന്. അപ്പൊ ഇപ്പൊ ചാർത്തേ ഉള്ളു, വീടില്ല. പ്രശ്നം. We have only extensions. But what about the main building? നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് എവിടെയോ പുറകോട്ട് പോയിരിക്കുന്നു. അത് ഒരു പരിണാമത്തിന്റെ ഫലമാണ്. അത് ആരും ഇന്റൻഷനലി അങ്ങനെ ചെയ്താണെന്ന് ഞാൻ കരുതുന്നില്ല. ഉദാഹരണമായിട്ട് ആഫ്രിക്കയിലേക്ക് 19ാം നൂറ്റാണ്ടിൽ മിഷണറീസ് പോയത് പ്ലേഗ് രോഗികളെ ശുശ്രൂഷിക്കാനാണ് പോയത്. അല്ലെങ്കിൽ അവർ സുവിശേഷമായിട്ട് ചെന്നപ്പോൾ അവർ കണ്ടുപിടിയ പ്ലേഗ് രോഗികളെ അവർ പ്ലേഗ് രോഗികളെ ശുശ്രൂഷിച്ചു. മിഷണറിമാർ ആദ്യം പോയവർ മുഴുവൻ മരിച്ചു, പിന്നെയും മിഷണറിമാർ പോയി. അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ശുശ്രൂഷകളാണ്. ശുശ്രൂഷകൾ ക്രമേണ പ്രസ്ഥാനങ്ങളായി, പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങളായി, സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ പിന്നെ സാമ്പത്തികമായി, അതിങ്ങനെ ഒരു പരിണാമമാണ് സംഭവിച്ചത്. ആരും അതിനകത്ത് കുറ്റക്കാരനില്ല. പക്ഷേ ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടാകണം. വി ഹാവ് ടു ഗോ ബാക്ക്, അല്ലെങ്കിൽ നമ്മൾ തുടച്ചു മാറ്റപ്പെടും. അപ്പൊ ഈ ആക്രമണങ്ങളും ഈ പരിഹാസങ്ങളും ഈ വിമർശനങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടതാണ്. കാരണം there is something wrong with us. നമ്മൾ അത് കണ്ടുപിടിക്കണം, നമ്മൾ തിരുത്തണം. പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ അത് വികലമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയായി പോകും. ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളെ അനുവദിക്കുന്നു. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാനത് എന്റെ ലളിതമായ മനസ്സിലാക്കൽ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ പ്രഥമ ദൗത്യത്തിലേക്ക് തിരികെ പോവുക. അങ്ങനെ എല്ലാവരും ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, നമ്മുടെ ആതുരാലയങ്ങളിൽ കടന്നു പോകുന്ന കുട്ടികൾ, നമ്മുടെ അനാഥാലയങ്ങളിൽ കടന്നു പോകുന്ന കുട്ടികൾ, അവർ യഥാർത്ഥ ക്രിസ്തുവിനെ അറിയണം. അവൻ ജാതി മതമൊന്നും മാറണ്ട, അവൻ ഏത് മതത്തിനും ജീവിക്കട്ടെ, അവൻ ഏത് ജാതിയും ആയിക്കോട്ടെ, പക്ഷെ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. ക്രിസ്തു അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് ഒരിക്കലും ക്രിസ്ത്യാനിയെ അവഹേളിക്കുവാൻ സാധിക്കത്തില്ല. അത്രമാത്രമേ എനിക്ക് പറയാം. അതായത് അവന്റെ ഉള്ളിലുള്ള ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് സാർ പറഞ്ഞു വരുന്നത്, അല്ലേ? ഞാനത് തന്നെയാ പറയുന്നത്, 100%. വളരെ വ്യക്തമാണ് സാറേ. സാർ പറഞ്ഞു വരുന്നത്, ചുരുക്കി പറഞ്ഞാൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നമ്മൾ എവിടെയോ പരാജയപ്പെട്ടു എന്നാണോ വാസ്തവത്തിൽ അങ്ങ് പറഞ്ഞു വരുന്നത്? 100%. അതായത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മളിത് അടച്ചു. നമ്മുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട് നമ്മൾ ആരെയൊക്കെ നന്നാക്കുമെന്നൊക്കെ അങ്ങോട്ട് സങ്കല്പിച്ചു. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ദൈവശാസ്ത്രങ്ങളാണ്. ഉചിതനായ ഈശോ 40 ദിവസം ഈ ലോകത്ത് ജീവിച്ചു. ഈ 40 ദിവസത്തിനകത്ത് ഒരൊറ്റ കൽപ്പനയെ തന്നുള്ളൂ: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. മറ്റൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ ക്രൈസ്തവ സഭകൾക്ക് നേരെ, ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ, സന്യാസിനികൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാരുണ്ടല്ലോ, കോൺഗ്രസിൽ നിന്നും, കേരള കോൺഗ്രസിൽ നിന്നും, അതോടൊപ്പം തന്നെ CPM-ൽ നിന്നും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ MLA-മാര്, MP-മാര്, ഇവരൊന്നും കാര്യമായിട്ട് കമാന്നൊരക്ഷരം മിണ്ടി കേൾക്കുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? ഇനി ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അവരെ കൃസംഗികളെന്ന് വിളിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ ഉണ്ടായി വരുന്നു. അത് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. പ്രതികരിക്കുന്നവരെ ഭീകരവാദികളാക്കി, തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. എന്താണ് ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ പറയുന്നത്? പിന്നെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സിസ്റ്റർ തെരേസിനോട് അങ്ങ് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് 2 കാര്യം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. അങ്ങ് സിസ്റ്റർ തെരേസിനോട് ചോദിച്ചത് ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന കന്യാസ്ത്രീമാരുടെ ജീവിത വിഷമഘട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്കിവിടെ പറയാനുള്ളത് മാത്രമല്ല, വലിയ ധനാഢ്യരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നും ധാരാളം സിസ്റ്റേഴ്സ് കടന്നു വരുന്നുണ്ട്. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് സമൂഹം ആ ഒരു മേഖല മാത്രം പറയുന്നത്? ഈ സന്യാസ സമൂഹങ്ങളിൽ കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള കുടുംബങ്ങളിലെ നല്ല മിടുക്കികളായ എത്രയോ സിസ്റ്റർമാരുണ്ട്. സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവര്, ഇവരൊന്നും സമൂഹം പ്രൊജക്ട് ചെയ്യുന്നില്ലല്ലോ. പാവപ്പെട്ട കുടുംബങ്ങളുടെ കാര്യം മാത്രമാണല്ലോ അവർ പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത് ഇവരുടെ ഉദ്ദേശം എവിടെയാണെന്നുള്ളത്. ഇവിടെ ഇവിടെ ഈ സന്യാസത്തിന്റെ ആനന്ദം, സമർപ്പിത ജീവിതത്തിന്റെ ആനന്ദത്തെ അല്ലെങ്കിൽ അതിന്റെ ചലനശേഷിയെ നശിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇവിടുത്തെ ഭരണകൂട ഭീകരത മാത്രമാണ്. അവരനുഭവിക്കുന്ന ആനന്ദം ലോകത്തിൽ മറ്റാരും അനുഭവിക്കുന്ന ആനന്ദത്തെക്കാളും ശ്രേഷ്ഠമാണ്. ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ ഭരണകൂട ഭീകരത മാത്രമാണ് ഈ പറയപ്പെടുന്ന ഈ പാവപ്പെട്ട ജനത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം, സഹോദരന്മാരെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ പാവപ്പെട്ട സന്യാസിനികളുടെ ജീവിതത്തെ നിരാശ വിതയ്ക്കുന്നത് ഈ പറയുന്ന ഭരണകൂട ഭീകരതകൾ. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് വൃദ്ധമന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലുമൊക്കെ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കുള്ള ഗ്രാന്റുകൾ അടക്കം സംസ്ഥാന സർക്കാർ എടുത്തു കളഞ്ഞത്. അതിലൂടെ ഇവർ അനുഭവിക്കുന്ന വേദന എന്താ? അവിടെ ജീവിക്കുന്നവർക്ക്, ഒരു വരുമാനമില്ലാത്തവരുടെ അന്നം കൊടുക്കേണ്ട അവസ്ഥകൾ അതില്ലാതാവുമ്പോൾ ഇവരുടെ മുഖം പാടും, ഇവർക്ക് നിരാശ വരും. എങ്കിലും ദൈവം തരും, തമ്പുരാൻ തരും എന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിലും ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങളെ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു വേദന, ആ വേദനയ്ക്ക് അപ്പുറത്തേക്ക് ലോകത്ത് വേറെ ആരും ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഇവരുടെ ചലനാശേഷിയെ, ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ മേഖലകളെ ഏറ്റവും കൂടുതൽ തളച്ച് ഇടുന്നത്, നശിപ്പിക്കുന്നത്. എനിക്ക് അത് മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, പ്രിയപ്പെട്ട നമ്മുടെ ബിനോയ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ ഭരണത്തെ പറ്റി മാത്രമാണ് ചിന്ത, സ്ഥാനമാനങ്ങളെ പറ്റി മാത്രമാണ് ചിന്ത. ഞങ്ങളായിരിക്കുന്ന സമൂഹത്തോടും തങ്ങളായിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടും കൂറുള്ള ഒരു നേതാവിനെ പോലും നമ്മുടെ സമുദായത്തിലോ നമ്മുടെ സമൂഹത്തിലോ കാണിച്ചു തരാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. എങ്ങനെയും ഭരണം കിട്ടണം, സ്ഥാനം കിട്ടണം, കോർപ്പറേഷനിലോ ബോർഡിലോ എവിടെയായാലും എനിക്കൊരു സ്ഥാനം കിട്ടണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക്, എന്ത് നെറികേടിന് തയ്യാറായിക്കൊണ്ട് രാഷ്ട്രീയ അടിമകളെ പോലെ, ആഫ്രിക്കയിലൊക്കെ പണ്ട് നമ്മൾ പറയുന്ന അടിമത്തത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഈജിപ്ത്, സുഡാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. ഇതിനേക്കാളും ഭീകരമായിട്ട്, മോശമായിട്ടാണ് അടിമകളെ പോലെ ജീവിക്കുക. പകലല്ല ഇത് രാത്രിയല്ല, പകലാണെന്ന് അറിഞ്ഞിട്ടും ഇത് രാത്രിയാണെന്ന് വിളിച്ചു പറയാൻ കൽപ്പിക്കുന്ന മേലാളന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, നിവർന്നു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നമ്മുടെ നേതാക്കന്മാരാണ് ഇന്ന് ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സഭയ്ക്കും ഏറ്റവും വലിയ വേദനയും ദുരന്തവും വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രിസ്തു വിരോധികൾ. ഈ പറയുന്ന ചിത്രീകരണം നടത്തിയവരോ, അല്ലെങ്കിൽ ആ ബെർണം കോളേജിൽ അവിടെ ആ ക്രൂശ് രൂപത്തെ നിന്ദിച്ചവരോ, അല്ലെങ്കിൽ കാസർഗോഡ് അത് കത്തിച്ച് വിശുദ്ധ ബൈബിള് കത്തിച്ച മുസ്തഫയോ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പിയാത്ത വികലമാക്കി വെച്ച SFIയിലെ യുവ സുഹൃത്തുക്കളോ ഒന്നും ചിലപ്പോൾ ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടാണ്. അവർക്ക് മാത്യു സാർ പറഞ്ഞതുപോലെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടിയിരുന്നെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ കിട്ടിയിട്ടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ക്രിസ്ത്യാനി എന്ന പേര് ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുത്തുകൊണ്ട് ജീവിച്ചിട്ടും ഇവിടെ സമുദായത്തെയും വിശ്വാസികളെയും മുഴുവൻ മറന്നു ജീവിക്കുന്ന ആളുകളാണ് എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ക്രിസ്തു വിരോധികളും ക്രിസ്തുവിന്റെ സഭയ്ക്ക് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിട്ടും ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവനെ പോലെ ജീവിക്കുന്ന നമ്മുടെ നേതാക്കന്മാര് മാറി ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനം നേരിട്ട് ബാലറ്റിലൂടെ ഉത്തരം കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം ഇപ്പൊ ബിനോയ് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, പ്രസംഗി പോലെയുള്ള പ്രതികരണങ്ങൾ. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഭയം ഇന്ന് ക്രൈസ്തവ സമൂഹത്തെയും നേതൃത്വത്തെ പോലും കീഴടക്കി കഴിഞ്ഞു. ഈ ഭയം സുവിശേഷവൽക്കരണത്തെ ഇല്ലാതാക്കുന്നു. ഭയം ക്രൈസ്തവന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കി. ഭയം നട്ടല് നിവർത്തിക്കൊണ്ട് റോട്ടിലിറങ്ങി ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിച്ചു. എന്തിനെ ഭയപ്പെടുന്നു? ഭരണകൂടങ്ങളെ ഭയപ്പെടുന്നു. ക്രിസ്തുവിനെ മുമ്പിൽ മാത്രം തലകുനിക്കേണ്ടവൻ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സർക്കാരുകളുടെയും എല്ലാം മുമ്പിൽ തലകുലിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇത്
ആണ് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ. ഇതിനെ നമുക്ക് നിസ്സംഗത എന്ന് വേണം വിളിക്കാം. ഇതിനെ നമുക്ക് ഭയത്തിന്റെ ഏത് വാക്കുകളിട്ട് വിളിക്കാൻ പറ്റുമോ ആ വാക്കുകളിട്ട് നമുക്ക് വിളിക്കാം. ബഹുമാനപ്പെട്ട ബിനോയ്, നമ്മൾ മനസ്സിലാക്കുക, ഈ ഭയമാണ് എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ അല്ലെങ്കിൽ എതിരെയൊക്കെയോ ആരൊക്കെയോ വരുമെന്ന ആ ഒരു ഭയമാണ് ഇന്ന് ക്രൈസ്തവ ആത്മീയ നേതൃത്വത്തെയും ക്രൈസ്തവ വിശ്വാസികളെ പോലും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രതികരിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളത് സാമാന്യ ജനത്തിനെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായി വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ ഈ ഭയവും നിസ്സംഗതയുമാണ് ക്രൈസ്തവ സമൂഹത്തെ പിന്നോട്ടടിക്കുന്നത് എന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സിസ്റ്റർ തെരേസ് മാർട്ടിൻ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സാമുവൽ കൂടൽ എന്ന വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സന്യാസിനിമാരെയൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായി, വളരെ അപകർത്തിച്ച് അദ്ദേഹം പോസ്റ്റുകൾ ഇടുകയുണ്ടായി. വോയിസ് ഓഫ് നൺസ് എന്ന സിസ്റ്റേഴ്സിന്റെ സംഘടന കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ഏതായാലും ആ ഒരു സംഭവത്തോടു കൂടി ഈ സാമുവൽ കൂടൽ ശരിക്കും ഒതുങ്ങി, അയാൾ പത്തി താഴ്ത്തി. എനിക്ക് സിസ്റ്ററിനോട് ചോദിക്കാനൊരു കാര്യം, ഈ വിധത്തിലുള്ള പ്രതികരണങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കുന്നതാണോ? എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമാണ്. അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ ഇതൊരു അടിക്ക് തിരിച്ചടി കൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണമാകുമല്ലോ. അപ്പൊ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്ന് പോകുന്നതാണോ സിസ്റ്റർ തെരേസ് മാർട്ടിൻ? തീർച്ചയായും ക്രൈസ്തവരുടെ പ്രതികരണം ക്ഷമയിലും സഹനത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഈശോ പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, ആ വചനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രതികരിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, വ്യക്തിപരമായി നമുക്ക് ആരോടും വെറുപ്പില്ല. ഈ പറഞ്ഞ പർട്ടിക്കുലർ സാമുവൽ കൂടൽ എന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും നമ്മളെ അപമാനിക്കുന്നവരോടോ ഒന്നും നമുക്ക് വ്യക്തിപരമായി ആരോടും വെറുപ്പില്ല. ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇത് പ്രതികരിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഒരു നുണ അല്ലെങ്കിൽ ഒരു കള്ളം പല ആവർത്തി പറയുമ്പോൾ അത് സത്യമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ. അപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ പല തവണയായി അല്ലെങ്കിൽ തുടർച്ചയായി ഈ സന്യാസം ഇങ്ങനെയാണ്, സന്യാസികൾ ഇങ്ങനെയാണ്, സഭ ഇങ്ങനെയാണ് എന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന പൊതുജനം ഇതിങ്ങനെയാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം അതല്ല എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട് തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രതികരണത്തിന് നമ്മൾ ഇറങ്ങുന്നത്. അല്ലാതെ നമ്മളത് എന്താ പറയാ, ക്ഷമിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് വെറുപ്പ് സൂക്ഷിച്ച് അവരെ ഇല്ലാതാക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ചിന്തിച്ച് ചെയ്യുന്നതല്ല. മറിച്ച് ഞങ്ങളുടെ ജീവിതം ഇതാണ്, ഞങ്ങൾ സന്തോഷിക്കുന്നവരാണ്, ആനന്ദിക്കുന്നവരാണ്, ഞങ്ങളുടെ സന്യാസ ജീവിതം ഇതാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സമൂഹത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണിത്. ഇപ്പൊ വ്യക്തിപരമായി എനിക്കൊരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ പരിഹസിച്ചാൽ ഞാൻ പ്രതികരിക്കില്ല, തീർച്ചയായും ഞാൻ പ്രതികരിക്കില്ല. കാരണം ഞാനത് ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ, ഈശോയുടെ മനോഭാവത്തോടെ അത് സ്വീകരിക്കും. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കാനോ അത് ക്ഷമയാണ്, സഹനമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനോ നിഷ്ക്രിയരായിരിക്കാനോ നമുക്ക് സാധ്യമല്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മൾ ചെയ്തത് അതാണ്. ശരിക്കും വ്യക്തിപരമായി നമുക്ക് ആരോടും വിദ്വേഷമില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും, നമ്മളെ ആക്രമിക്കുന്നവരായിക്കോട്ടെ, നമ്മളെ സഹായിക്കാത്തവരായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്യാസ സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രശ്നം എവിടെ ഉണ്ടായാലും, അത് കേരളത്തിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഇറാഖിലാവട്ടെ, ഉക്രൈനിലാവട്ടെ, എവിടെ ആയിക്കോട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടായാലും അത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാണ്. അങ്ങനെ എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രതികരിക്കാനുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ സന്യാസ ജീവിതത്തെ
ഇത്രയും വില കുറച്ച് അല്ലെങ്കിൽ അപമാനിച്ച് അനാദരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ അതിനെ വിലയിരുത്തുമ്പോൾ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വില കൊടുക്കുന്ന ഈ ജീവിതം അതല്ല എന്ന് പറയാനുള്ള കടമ എനിക്കുണ്ട്. കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എന്റെ സന്യാസ സമൂഹം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പം ഞാൻ അതിനെതിരെ ഇതല്ല, ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്, ഞങ്ങളുടെ ജീവിതം ഇതാണെന്ന് ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ദൈവത്തിന്റെ പേരില, ഈശോ എന്ന ഒരൊറ്റ മേൽവിലാസത്തിൽ അറിയപ്പെടുന്നവരാണ്. അല്ലാതെ ഒരു സന്യാസിയെയും ഒരു സിസ്റ്ററിനെയും ഇന്ന കുടുംബത്തിലെ ആളാണ്, ഇന്ന ആളുടെ മകളാണ്, ഇന്ന ആളുടെ സഹോദരിയാണെന്ന് ഒരിക്കലും പറയാറില്ല. അതൊരു സന്യാസിനി എന്ന് മാത്രമേ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. അത് നമ്മൾ അറിയപ്പെടുന്നത് ഈശോയുടെ ഒരൊറ്റ മേൽവിലാസത്തിലാണ്. അപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ ഈ സന്യാസ ജീവിതം അപമാനിക്കപ്പെടുമ്പോൾ ഈശോ തന്നെയാണ് അവിടെ അപമാനിക്കപ്പെടുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സന്യാസ ജീവിതം ഇത്രമാത്രം അപമാനിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ അത്രമാത്രം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് സന്തോഷിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ ആവേശത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതിനെ ഇത്രമാത്രം അങ്ങനെ അല്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ മിണ്ടാതിരിക്കും? അതാണ് ഈ ഒരു പ്രതികരണത്തിൽ സംഭവിച്ചത്. അല്ലാതെ വ്യക്തിപരമായ അയാൾ നശിക്കണമെന്നോ മറ്റ് ആൾക്കാർ ചെയ്യുന്ന പോലെ കൊലവിളിയോ പോർവിളിയോ അല്ലെങ്കിൽ അവർക്ക് തിന്മയുണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹമോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അവർക്കൊക്കെ നന്മയുണ്ടാകട്ടെ. ഇപ്പൊ തന്നെ കല എന്ന് പറയുന്നത് നന്മ ഉളവാക്കാൻ, സമൂഹത്തിൽ നന്മയുടെ ഒരു പ്രകാശം പരത്താനുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ ആ കലയെ തന്നെയാണ് മറ്റൊരു ഭിന്നത ഉണർത്താൻ, വിഭാഗീയത ഉണർത്താനൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കല എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു എഴുത്തിനേക്കാൾ ഉപരി ദൃശ്യാവിഷ്കാരം കൂടെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മുടെ ഈ ജീവിതം ഇതല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ. വ്യക്തിപരമായി നമുക്ക് ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. വളരെ കൃത്യമാണ് സിസ്റ്ററുടെ മറുപടി. അതായത് ഈ സാമുവൽ കൂടലിനുള്ള പോലുള്ളവരോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കുന്നത് വ്യക്തിപരമായ ഒരു അധിക്ഷേപമാണെങ്കിൽ സിസ്റ്റർ പറഞ്ഞു ഒരു കാരണവശാലും നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോകത്തില്ല, അത് സഹിക്കും, ക്ഷമിക്കും. എന്നാൽ ഒരു സമൂഹത്തിന് നേരെ വരുന്ന ഇതുപോലെയുള്ള അതിക്രമങ്ങളെ നിശ്ചയമായിട്ടും അതിനെതിരെ നമ്മുടെ രാജ്യം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നമ്മളതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതായത് ക്രിസ്തു പഠിപ്പിച്ചതുപോലെ പ്രാവിൻ്റെ നിഷ്കളങ്കതയും ഒപ്പം തന്നെ പാമ്പിൻ്റെ വിവേകവും നമ്മൾ ഉപയോഗിക്കണമെന്നാണ് സിസ്റ്റർ പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ അതെ, തീർച്ചയായും. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതക്കൻ, അങ്ങയുടെ അവസാനമായിട്ടൊരു ചോദ്യം. ഇടതുപക്ഷത്തിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ പലരും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ശ്രീ രാജൻ, അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്, ക്രൈസ്തവ സഭകളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വളരെ മാന്യനായ, വളരെ സംസ്കാരമുള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീരാജൻ. പക്ഷേ ഇവരുടെ പാർട്ടികളുടെയൊക്കെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ, ഈ AIYF അല്ലെങ്കിൽ SFI, DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അവരിതുപോലെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയുള്ള ഇതുപോലെയുള്ള അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അത് ഈ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ ഈ CPM-ൻ്റെയോ CPI-യുടെയൊക്കെ നേതാക്കന്മാർ, ഉന്നത നേതാക്കന്മാർ, സംസ്ഥാനതല നേതാക്കന്മാർ, അവരുടെ അറിവോടും സമ്മതത്തോടും ആശീർവാദത്തോടും കൂടിയാണോ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഇവർ അവതരിപ്പിക്കുന്നത്? പിന്നെ നമുക്ക് എല്ലാ കേസിലും അങ്ങനെ അറിവോടെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സാമാന്യ ജനത്തോട് ഏറ്റവും വിധേയത്വത്തോടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ലവരായ, നല്ല മിടുക്കന്മാരായ നേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണത്തിന്റെ ഭാഗമായ മന്ത്രിമാരടക്കമുള്ളവർ നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ ഇതുപോലെ SFI, AIF പോലെയുള്ള സംഘടനകൾ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സമൂഹത്തില് ഒരു വിഭാഗത്തെ വളരെയേറെ മുറിപ്പെടുത്തുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാനോ ഒരു ചെറുവിരലിറക്കാനോ അവരൊന്ന് ശാസിക്കാൻ പോലും തയ്യാറാകാതെ വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവരെല്ലാം അറിഞ്ഞിട്ടില്ല എന്നാണോ?
അതോ ഇവരുടെ എല്ലാം മൗന സമ്മതം ഇതിനുണ്ട് എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ വീട്ടില് എന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിലൂടെ എന്റെ അയൽവക്കത്തുള്ളവർക്കോ അവരുടെ കൂട്ടുകാർക്കോ ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഞാനോ അവരോ അതിനൊരു മാപ്പ് ചോദിക്കുകയോ സോറി ചോദിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ആ വീട്ടുകാരെന്താ ചിന്തിക്കുന്നത്? ഇതാ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ എല്ലാം അറിവോടെയാണ്, ഇതിന് അപ്പനും അമ്മയ്ക്കും റോളുണ്ട്. ആ ഒരു ചിന്ത ഈ വിഷയത്തിലും നമുക്കുണ്ടായേ പറ്റൂ. കാരണം ഇത് പ്രതികരണം വരാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ തള്ളി പറയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിന് കൃത്യമായ അറിവുണ്ട്, അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്, അവരുടെ പൂർണ്ണ പിൻബലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നീർക്കോലി പിള്ളേര്, ഈ ചെറിയ അടയ്ക്കാത്തോട് പോലുള്ള ചെറുക്കന്മാരും പെൺപിള്ളേരും കൂടെ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ കാര്യങ്ങളെ പോലും പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വെളിച്ചമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ അവര് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാര് ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. അവരവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ തിരുത്താൻ തയ്യാറാകണം. അവരുടെ കലാ സാംസ്കാരിക നേതൃത്വങ്ങളെയും വേദികളെയും തിരുത്താനും അതോടൊപ്പം തന്നെ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ അച്ചടക്കത്തോടെ ഈ വളരെ വ്യക്തമാണ്, അങ്ങ് പറഞ്ഞു വരുന്നത് വ്യക്തമാണ്. സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക, അതിൽ ജീവിക്കുക, അപ്പോൾ മറ്റുള്ളവർ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഇത് മതപ്രചരണമോ വർഗീയതയോ ആരുടെയെങ്കിലും കയ്യും കാലും വെട്ടാനോ ഉള്ള ആഹ്വാനമോ ഒന്നുമല്ല. മറിച്ച് എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും, ഇവിടെ ജനാധിപത്യപരമായ ഒരു വ്യവസ്ഥിതിയിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും സഹകരണത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് സഹായിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ പങ്കുവെച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ജീവിത ക്രമം അവിടെ സ്ഥാപിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പാണ്. അതാണ് വാസ്തവത്തിൽ സഭാ നേതൃത്വം, വിശ്വാസികൾ എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരുടെയും ആശയങ്ങൾ വാസ്തവത്തിൽ ഈ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടുവന്നത്. വളരെ നന്ദി ശ്രീ KS മാത്യു, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, സിസ്റ്റർ തെരേസ് മാർട്ടിൻ, 3 പേർക്കും നന്ദി.